Hi all, welcome to Sapphire Future Academy Board Booster Series. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് 12th ഓർഗാനിക് കെമിസ്ട്രി ടോപ്പിക്കായ അമീൻ എന്ന് പറയുന്ന ദിസ് ഇസ് ദ ലാസ്റ്റ് ഓർഗാനിക് കെമിസ്ട്രി ചാപ്റ്റർ. അമീൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്, ഏറ്റവും ചെറിയ ചാപ്റ്റർ ആണിത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇതിൻ്റെ അമീൻസ് എന്താണെന്നും അതിൻ്റെ സ്ട്രക്ചറും അതിൻ്റെ പ്രിപ്പറേഷനും അതിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അമീൻസ് എന്താണ്? അമോണിയ ഡെറിവേറ്റീവ് ആണ് അമീനുകൾ എന്ന് പറയുന്നത്. അമീൻസ് ബേസിക് നേച്ചർ ഉള്ളവയാണ്. ബേസിക് നേച്ചർ ഉള്ളത് കൊണ്ട് തന്നെ വളരെ യുണീക്ക് ആയിട്ടുള്ള റിയാക്ഷനുകളിൽ അത് പങ്കെടുക്കുന്നുണ്ട്. അമീൻസ് ക്യാൻ ബി കൺസിഡർഡ് ആസ് ഡെറിവേറ്റീവ് ഓഫ് അമോണിയ obtained by replacement of H of NH3 by alkyl or aryl group. ആൽക്കൈൽ ഗ്രൂപ്പുകളെയോ അറൈൽ ഗ്രൂപ്പുകളെയോ നമ്മൾ അമോണിയയിൽ നിന്നും ഹൈഡ്രജനെ റിമൂവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അമോണിയയിൽ നിന്നും ഹൈഡ്രജനെ റിമൂവ് ചെയ്താൽ NH2 ആയി. അങ്ങോട്ട് നമുക്കൊരു ആൽക്കൈൽ ഗ്രൂപ്പിനെ കൊടുത്താൽ ഇതൊരു അമീനാണ്. അതുപോലെ NH2ൽ നിന്നും ഹൈഡ്രജനെ കളഞ്ഞിട്ട് ഒരു ബെൻസീൻ റിങ്ങിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇതും ഒരു അമീനാണ്. ഇതൊരു അരോമാറ്റിക് അമീനാണ്. അതായത് ArNH2 or RNH2 അങ്ങനെ ഒന്ന് രണ്ട് സ്ട്രക്ചറുകൾ കാണിച്ചിട്ടുണ്ട്. അപ്പം ഇനി ഇതിന്റെ ക്ലാസിഫിക്കേഷൻ ഒക്കെ വരണുണ്ട്, നമുക്ക് പറയാം. ഇനി ഇതിന്റെ സ്ട്രക്ചറിനെ കുറിച്ച് പറയാം. സ്ട്രക്ചർ ഓഫ് അമീൻസ്. അമോണിയ പോലെ തന്നെ ദ നൈട്രജൻ ആറ്റം, അമോണിയ പോലെ, അമോണിയയിലെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ അമോണിയയിൽ 3 ഹൈഡ്രജൻ ഉണ്ട്. അത് കൂടാതെ ഒരു ലോൺ പെയർ അറ്റാച്ച് ചെയ്ത് നിൽപ്പുണ്ട്. ഇത് sp3 ഹൈബ്രിഡൈസ്ഡ് നൈട്രജൻ ആണെന്നറിയാം. ഇതിന് പിരമിഡൽ ഷേപ്പ് ഉണ്ടെന്ന് പറയാം. അക്കോർഡിംഗ് ടു VSEPR തിയറി ഷേപ്പ് ഓഫ് അമോണിയ ഈസ് പിരമിഡൽ. അങ്ങനെ 3 ഈ നൈട്രജൻ ഹൈഡ്രജൻ സിഗ്മ ബോണ്ടുകൾ ഉണ്ട്. അത് കൂടാതെ ഒരു ലോൺ പെയർ അതിന്റെ അപ്പെക്സിൽ ഉണ്ടെന്നറിയാം. ലൈക്ക് അമോണിയ ദ നൈട്രജൻ ആറ്റം ഓഫ് അമീൻസ് ഈസ് ട്രൈവാലൻ ആൻഡ് അൺഷെയ്ഡ് പെയർ ഓഫ് ഇലക്ട്രോൺസ്. അതിൻ്റെ അകത്തൊരു അൺഷെയ്ഡ് പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട് നൈട്രജൻ ആറ്റത്തിൽ. നമ്മൾ പറഞ്ഞു ലോൺ പെയർ ഉണ്ട്. 108 ഡിഗ്രി ആണ് അതിന്റെ ബോണ്ട് ആംഗിൾ, പിരമിഡൽ ഷേപ്പ് ആണ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അമോണിയ പോലെ തന്നെ ഷേപ്പും അതുപോലെയുള്ള നേച്ചറുകളും അതുപോലുള്ള ലോൺ പെയറുകളും എല്ലാം ആരിലുണ്ട്? അമീനില് ഉണ്ട്. ഇനി ക്ലാസിഫിക്കേഷൻ ആണ് പറയുന്നത്. അമീൻസിനെ മെയിൻ ആയിട്ടും പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി ഇങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. Primary amines, secondary amine and also tertiary amine depending upon the number of hydrogen atom. ഇപ്പം RNH2 ഇത് പ്രൈമറി ആണ്. അതാണ് പറഞ്ഞ ഹൈഡ്രജൻ ആറ്റത്തിനെ റീപ്ലേസ് ചെയ്ത് ഒരു R മാത്രമേ ഉള്ളെങ്കിൽ അത് പ്രൈമറി ആണ്. ഇനി R2NH ഉണ്ട്, ദാറ്റ് ഈസ് സെക്കൻഡറി ആണ്. ദിസ് ഈസ് പ്രൈമറി, ദിസ് വൺ ഈസ് സെക്കൻഡറി. ഇനി R3N ഉണ്ട്, അത് ടെർഷ്യറി. അപ്പൊ ഇത് പ്രൈമറി, ഇത് സെക്കൻഡറി, ഇത് ടെർഷ്യറി. R3N. അപ്പൊ 3 N മാത്രമേ ഉള്ളെങ്കിൽ അത് ടെർഷ്യറി ആണ്. 2 N മാത്രമേ ഉള്ളെങ്കിൽ ടെർഷ്യറി. NH ഉണ്ടെങ്കിൽ അത് സെക്കൻഡറി, NH2 ഉണ്ടെങ്കിൽ അത് ടെർഷ്യറി. RNH2 ഈസ് പ്രൈമറി, R2NH ഈസ് സെക്കൻഡറി, R3N ഈസ് ടെർഷ്യറി. അമീൻസ് ആർ സിമ്പിൾ if R, R dash, R double dash, R എന്ന് പറഞ്ഞാൽ പ്രൈമറി, R dash സെക്കൻഡറി വരും, R double dash ടെർഷ്യറി വരും. ഇനി നോമൻക്ലേച്ചർ ആണ് പറയുന്നത്. മെയിൻ ആയിട്ടും അതാണ് അതിന്റെ ക്ലാസിഫിക്കേഷൻ, 2 വരുള്ളൂ. ഇനി നോമൻക്ലേച്ചർ ആണ്. IUPAC നോമൻക്ലേച്ചർ അമീൻസിൽ നമ്മൾ അമീൻ എന്ന് ചേർത്ത് പറയുന്നു. ഇപ്പം എക്സാമ്പിള് അല്ലെങ്കിൽ നമ്മള് നോമൻക്ലേച്ചർ, IUPAC നോമൻക്ലേച്ചർ കാണാം. മെയിൻ ആയിട്ടും അതാണ്, പ്രത്യേകിച്ച് ഒരു എൻഡിങ് ഇല്ല, ഇങ്ങനെ അമീൻ എന്ന് ചേർത്ത് പറയണമെന്ന് മാത്രം. എക്സാമ്പിളുകൾ നോക്കൂ. അമീൻസിന്റെ കുറച്ച് എക്സാമ്പിൾ, അതിന്റെ കോമൺ നെയിം IUPAC നെയിമുകളും കൊടുത്തിട്ടുണ്ട്. CH3NH2 എന്ന് പറയുന്നത് മീത്തൈൽ അമീനാണ്. മീത്തൈൽ അമീൻ, ഒരു കാർബണും ഉള്ളല്ലോ. ഇനി അതിന്റെ IUPAC നെയും മെത്തനാമീൻ എന്ന് പറയും. മെത്തനാമീൻ എന്ന് പറയും. ഇനി CH3CH2NH2 ഇതിന്റെ പേര് ഈത്തൈൽ അമീൻ എന്നാണ്, അല്ലെങ്കിൽ അതിന് എത്തനാമീൻ എന്ന് IUPAC നെയിമിൽ പറയും. ഇനി 3 കാർബണിനോട് NH2 അറ്റാച്ച് ചെയ്തിരിക്കുന്നു, അതിന് നമ്മൾ
പ്രൊപ്പൈൽ അമീൻ എന്ന് വിളിക്കും. എൻ പ്രൊപ്പൈൽ അമീൻ, ബ്രാഞ്ച് ഇല്ലാത്ത കാരണം എൻ ഇട്ടേക്കണേ. അല്ലെങ്കിൽ പ്രൊപ്പാൻ 1 അമീൻ എന്ന് IUPAC നോമൻക്ലേച്ചറിൽ പറയും. പ്രൊപ്പാൻ 1 അമീൻ എന്ന് പറഞ്ഞത് ഫസ്റ്റ് കാർബണിലാണ് NH2 ഉള്ളത്. ഇനി ഇത് നോക്കണേ, 1 2 3. അപ്പൊ അത് എന്തായി? ഐസോപ്രൊപ്പൈൽ അമീനായി, അല്ലെങ്കിൽ പ്രൊപ്പാൻ 2 അമീനായി. ഐസോപ്രൊപ്പൈൽ എന്ന് പറയാൻ കാരണം നമുക്കറിയാം. ഇനി ഇത് കണ്ടോ, ഇതൊക്കെ പ്രൈമറിയാണ്, ഇത് പ്രൈമറിയാണ്, ഇത് പ്രൈമറിയാണ്. NH2 വന്നാൽ അതൊക്കെ പ്രൈമറിയാണ്. ഇനി ഇത് നോക്കൂ, NH എന്ന് മാത്രമേ ഉള്ളൂ, അപ്പൊ അത് സെക്കൻഡറി ആയി. അപ്പൊ ഇതിന്റെ പേര് കോമൺ നെയിം പറയുന്നത് ഈത്തൈൽ മീത്തൈൽ അമീൻ. ഇത് ഈത്തൈൽ, ഇത് എന്താണ്? ഈത്തൈൽ ഗ്രൂപ്പ്. ഇത് ഈത്തൈൽ ഗ്രൂപ്പാണ്, ഇത് മീത്തൈൽ ഗ്രൂപ്പാണ്. അപ്പൊ അത് ആൽഫബറ്റിക്കൽ ഓർഡറിൽ പറയണം. അതാണ് ഈത്തൈൽ ആദ്യം വന്നത്. ഈത്തൈൽ മീത്തൈൽ അമീൻ, അല്ലെങ്കിൽ എൻ മീത്തൈൽ എത്തനാമീൻ എന്നും IUPAC നോമൻക്ലേച്ചറിൽ പറയും. ഇനി ഇത് ടെർഷ്യറി ആണ്, അത് പറയും നോക്കൂ, NN ഡൈമീഥൈൽ ബ്യൂട്ടൈൽ അമീൻ. NN ഡൈമീഥൈൽ, ഇവിടെ ഒരു C2H5, ഇതിവിടെ ഒരു C2, അതാണ് NN. ടെർഷ്യറി നമ്മൾ NN ഇട്ട് പറയും, സെക്കൻഡറി നമ്മൾ ക്യാപിറ്റൽ N മാത്രം ഇട്ട് പറയും. അപ്പൊ NN ഡൈമീഥൈൽ ബ്യൂട്ടൈൽ അമീൻ, ഇവിടെ 4 കാർബൺ ഉള്ള കാരണം ബ്യൂട്ടൈൽ എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ NN ഡൈഈഥൈൽ ബ്യൂട്ടാൻ 1 അമീൻ എന്നും പറയും. ഇനി ഇത് നോക്കൂ, ഇത് NH2 അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ഒരു ഡബിൾ ബോണ്ടർ കാർബണിനോട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതിനെ നമ്മൾ അലൈൽ അമീൻ എന്ന് വിളിക്കും. എന്തുകൊണ്ടാണ് അലൈൽ എന്ന് വിളിക്കാൻ കാരണം? അലൈൽ എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്ത കാർബൺ ഒരു ഡബിൾ ബോണ്ടർ കാർബണിനോട് അറ്റാച്ച് ചെയ്യണം. ഫംഗ്ഷൻ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്ത കാർബൺ ഡബിൾ ബോണ്ടർ കാർബണിനോട് അറ്റാച്ച് ചെയ്തു, അതുകൊണ്ടാണ് നമ്മൾ അലൈൽ അമീൻ എന്ന് വിളിക്കും. ഈ പ്രൊപ്പ് 281 അമീൻ അതിന്റെ കോമൺ IUPAC നെയിമാണ്. അങ്ങനെ നോമൻക്ലേച്ചറുകളാണ് കണ്ടത്. ഇനി നമുക്ക് ബെൻസീൻ റിംഗിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന നോമൻക്ലേച്ചറുകൾ എങ്ങനെയാണെന്ന് നോക്കാം. ബെൻസീൻ റിംഗിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന NH2 അറ്റാച്ച് ചെയ്ത അതിന് നമ്മൾ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള അരോമാറ്റിക് അമീനാണ് അനിലീൻ, അല്ലെങ്കിൽ അനിലീൻ ഓർ ബെൻസീൻ അമീൻ. നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഇതിന്റെ പേര് അനിലീൻ തന്നെയാണ്, ഇത് അങ്ങനെ ഉപയോഗിക്കാറില്ല. ഇനി ബെൻസീൻ റിംഗില് NH2ഉം CH3 വന്ന അതിന്റെ പേര് ഓർത്തോടൊളുഡീൻ എന്നാണ്. ഓർത്തോടൊളുഡീൻ അല്ലെങ്കിൽ 2 അമിനോ ടൊളുവീൻ എന്ന് വിളിക്കും, ഓർത്തോടൊളുഡീൻ. ഇനി ഇതിന്റെ പേര് പാരാബ്രോമോ അനിലീൻ. ഇതൊക്കെയാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത്, കെമിക്കൽ റിയാക്ഷനിൽ പേര് എഴുതുമ്പോൾ അതൊക്കെയാണ് ഉപയോഗിക്കുന്നത്. പാരാബ്രോമോ അനിലീൻ അല്ലെങ്കിൽ 4 ബ്രോമോ ബെൻസീനമിൻ ഓർ 4 ബ്രോമോ അനിലീൻ എന്നും പറയും. ഇനി ഇത് NN ഡൈമീഥൈൽ അനിലീൻ, NN ഡൈമീഥൈൽ അനിലീനോ NN ഡൈമീഥൈൽ ബെൻസീനമീനോ ഒക്കെ IUPAC നെയിമുകളിൽ പറയാറുണ്ട്. അപ്പൊ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോമൻക്ലേച്ചറുകളാണ് പറഞ്ഞത്. ഇത് നോമൻക്ലേച്ചർ എന്ന് പറയുന്ന ടോപ്പിക് വളരെ വാസ്റ്റ് ആയിട്ട് തന്നെ നമ്മൾ കഴിഞ്ഞ ഇയറിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഓർഗാനിക് കെമിസ്ട്രിയിലെ ഈ പറയുന്ന ചാപ്റ്ററുകളിൽ നിന്ന് നോമൻക്ലേച്ചർ ഒരുപാട് സ്ട്രെസ് ചെയ്തൊന്നും നമ്മുടെ NCERT ബുക്കിൽ എഴുതിയിട്ടില്ല. അടുത്തത് പ്രിപ്പറേഷനെ കുറിച്ചാണ് പറയുന്നത്, അമീനുകളുടെ പ്രിപ്പറേഷൻ ഓഫ് അമീൻസ്. ഫസ്റ്റ് വൺ, റിഡക്ഷൻ ഓഫ് നൈട്രോ കോമ്പൗണ്ട്. നൈട്രോ കോമ്പൗണ്ടുകളെ റിഡക്ഷൻ നടത്തിയാൽ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? അമീനുകളെ കിട്ടുന്നുണ്ട്. അപ്പൊ നോക്കാം, NO2 ഗ്രൂപ്പ്, ഇതിന്റെ പേര് നൈട്രോബെൻസീൻ എന്ന. ഈ നൈട്രോബെൻസിനെ റിഡക്ഷൻ നടത്തുമ്പോൾ, പലേഡിയത്തിന്റെ പ്രസൻസ് റിഡക്ഷൻ നടത്തുമ്പോൾ എന്തായി മാറുന്നുണ്ട്? NH2 ആയിട്ടുണ്ട്. NO2 ഗ്രൂപ്പ് ചേഞ്ചസ് ഇൻ ടു NH2. NO2 റിഡക്ഷൻ നടത്തിയ NH2 ആയിട്ട് മാറുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ SN+HCl, Fe+HCl ഒക്കെ ഉപയോഗിച്ചാൽ NO2 എന്തായിട്ട് മാറും? അപ്പൊ റിഡക്ഷൻ നടത്തിയാൽ NO2നെ റിഡക്ഷൻ നടത്തിയാൽ എന്തായിട്ട് മാറി? NH2 ആയിട്ട് മാറും. ഇനി അമണോളിസിസ് ഓഫ് ആൽക്കൈൽ ഹാലൈഡ് ആണ്. അവിടെ നോക്കൂ, അമണോളിസിന്റെ ബിഗിനിങ് ശ്രദ്ധിക്കണം. ഇത് സെയിം തന്നെ നമ്മൾ ഇതിന്റെ പ്രോപ്പർട്ടിയിൽ ഒന്നുകൂടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടെ ഇതിനെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. ഒരു ന്യൂക്ലിയോഫൈൽ ആണല്ലോ ഇത്, അമോണിയ. ആദ്യം ആൽക്കൈൽ ഹാലൈഡിനോട് റിയാക്ട് ചെയ്തു. ആൽക്കൈൽ ഹാലൈഡ് റിയാക്ട് ചെയ്തപ്പോൾ റിയാക്ഷൻ ആണ് കാണിച്ചിരിക്കുന്നത്. ഈ ലോൺ പെയർ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് പോയി, എന്നിട്ട് ഈ ബോണ്ട് എക്സിന്റെ അടുത്തേക്ക് മാറി. അപ്പോൾ RNH3+X-, ഇതൊരു സബ്സ്റ്റിറ്റ്യൂട്ടഡ് അമോണിയം സോൾട്ട് ആണ്. ഇനി ഈ സബ്സ്റ്റിറ്റ്യൂട്ടഡ് അമോണിയം സോൾട്ട്, അതായത് RNH3+X-, ഇത് ഒരു ബേസിനോട് റിയാക്ട് ചെയ്യും, NaOH റിയാക്ട് ചെയ്തു.
അപ്പൊ എന്ത് കിട്ടി? RNH2 പ്ലസ് വാട്ടർ പ്ലസ് NaX എന്ന് കിട്ടും. Na പ്ലസും എക്സ് മൈനസ്. അപ്പൊ ഇതാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. ഈ സംഗതി കിട്ടും. RNH2 നമ്മൾ എന്ത് പറയും? പ്രൈമറി അമീൻ എന്ന് വിളിക്കും. പ്രൈമറി അമീൻ മാത്രമല്ല ഇതുകൊണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്, നമ്മൾ എടുക്കുന്ന ആൽക്കൈൽ ഹാലൈഡ് കൂടി പോയിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടുന്നു? സെക്കൻഡറി കിട്ടും. എമൗണ്ട് കൂടി പോയാൽ ഇതൊക്കെ സംഭവിക്കും. ടെർഷറി കിട്ടും. ഫൈനലി ക്വട്ടേർണറി അമോണിയം സോൾട്ട് വരെ കിട്ടും. ക്വട്ടേർണറി അമോണിയം സോൾട്ട് എന്ന് പറഞ്ഞാൽ ലോൺ പെയർ കൂടി പോയിട്ടുണ്ടാവുന്നതാണ് ക്വട്ടേർണറി സോൾട്ട്. അപ്പൊ ഇതിന്റെ ശ്രദ്ധിക്കേണ്ടത്, അമോണിയ ആദ്യം ഒരു ആൽക്കൈൽ ഹാലൈഡിനോട് റിയാക്ട് ചെയ്യും. അപ്പൊ ഒരു സബ്സ്റ്റിറ്റ്യൂട്ടഡ് അമോണിയം സോൾട്ട് കിട്ടും. ഈ സബ്സ്റ്റിറ്റ്യൂട്ടഡ് അമോണിയം സോൾട്ട് സോഡിയം ഹൈഡ്രോക്സൈഡിനോട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? പ്രൈമറി അമീൻ കിട്ടും. പ്രൈമറി അമീൻ കിട്ടും. പക്ഷേ ഒരു കുഴപ്പമുള്ളത്, നമ്മൾ എടുക്കുന്ന ആൽക്കൈൽ ഹാലൈഡിന്റെ അളവെങ്ങാൻ കൂടി പോയാൽ ഇത് ഇവിടെ നിൽക്കില്ല. എന്ത് ചെയ്തു പോവും? അത് ഇന്റേൺ റിയാക്ട് ചെയ്തിട്ട് സെക്കൻഡറി അമീൻ, ടെർഷറി അമീൻ, ഫൈനലി ഇറ്റ് വിൽ മൂവ് ടു ദ ടെർഷറി ക്വട്ടേർണറി വരെ എത്തിപ്പോവും അത്. അതുകൊണ്ട് തന്നെ ഇത് ഈ അമോണോളിസിസ് ഓഫ് ആൽക്കൈൽ ഹാലൈഡ് എന്ന് പറഞ്ഞാൽ അതൊരു പ്രിപ്പറേഷൻ ഓഫ് അമീന്റെ ഒരു ലിമിറ്റേഷൻ ആയിട്ട് പറയുന്നതാണ്. നമ്മൾ എടുക്കുന്ന എമൗണ്ട് കൂടി പോയി കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രൊഡക്റ്റ് കിട്ടില്ല. അതുകൊണ്ട് വളരെ കെയർഫുൾ ആയിട്ട് ചെയ്യേണ്ട ഒരു റിയാക്ഷൻ ആണ് ഇത്. കാരണം പ്രൈമറി അമീന് പ്രിപ്പയർ ചെയ്യാനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എങ്ങാനും എമൗണ്ട് കൂടിപ്പോയാൽ അത് ചിലപ്പോൾ സെക്കൻഡറിയോ ടെർഷ്യറിയോ ക്വട്ടേർണറി വരെ എത്തിപ്പോവും. അടുത്ത മൂന്നാമത്തെ റിയാക്ഷൻ പറഞ്ഞിരിക്കുന്നത് റിഡക്ഷൻ ഓഫ് നൈട്രൈൽസ് ആണ്. റിഡക്ഷൻ നടത്തി RCN, അതിനെ റിഡക്ഷൻ നടത്തിയിട്ട് CN ചേഞ്ചസ് ടു CH2NH2. CH2NH2 റിഡക്ഷൻ സോഡിയം അമാൽഗം C2H5OH എഥനോൾ. അങ്ങനെ നമുക്ക് എന്ത് കിട്ടി? RCH2NH2 കിട്ടി. ഇനി റിഡക്ഷൻ ഓഫ് അമൈഡ് RCONH2, ഇതുപോലെ ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ് ഫോളോഡ് ബൈ ഹൈഡ്രോളിസിസ് RCONH2 RCH2NH2 ആയിട്ട് മാറി. RCONH2 RCH2NH2 ആയിട്ട് മാറി. അപ്പൊ CONH2നെ എന്താക്കി മാറ്റുന്നു? CH2NH2 ആക്കി മാറ്റുന്നു. ഇതൊക്കെ പ്രൈമറിയാ കിട്ടുന്നത്. അപ്പൊ ഈ കോമ്പൗണ്ട് നോക്കൂ, നമ്മൾ പറഞ്ഞതാണ് കുറച്ചു മുമ്പ് തന്നെ, CN ആണ് ഇങ്ങനെ ആയിട്ട് മാറിയത്. ഇനി നിങ്ങൾ അത് ഐസോസൈനൈഡ് എടുക്കുന്നതെന്ന് വിചാരിക്കുക, NC. ഈ സെയിം റിയാക്ഷൻ നമ്മൾ നടത്തിയാൽ സെക്കൻഡറി കിട്ടും. RNHCH3, ഇത് സെക്കൻഡറിയാ. അപ്പൊ സയനൈഡ് ഉപയോഗിക്കുന്നെങ്കിൽ പ്രൈമറി അമീനും ഐസോസൈനൈഡ് ഉപയോഗിക്കുന്നെങ്കിൽ സെക്കൻഡറി അമീനും കിട്ടുക. അപ്പൊ CN ചേഞ്ചസ് ടു CH2NH2 ഓൺ റിഡക്ഷൻ, NC ചേഞ്ചസ് ടു NHCH3 ഓൺ റിഡക്ഷൻ. ഇനി അമൈഡ് ചേഞ്ചസ് ടു CH2 RCONH2, CONH2നെ CH2NH2 ആക്കി മാറ്റുന്നു. അപ്പൊ ഇതൊക്കെ റിഡക്ഷൻ ആണ് പറയുന്നത്. ഇനി അടുത്ത മെത്തേഡ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഗബ്രിയൽ താലിമൈഡ് സിന്തസിസ് ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയ റിയാക്ഷൻ ആണ്. നമ്മുടെ പബ്ലിക് എക്സാമിനൊക്കെ മിക്കവാറും ചോദിക്കാറുള്ള ഒരു റിയാക്ഷൻ ആണ് ഇത്, ഗബ്രിയൽ താലിമൈഡ്. ദിസ് മെത്തേഡ് ഈസ് യൂസ്ഡ് ടു പ്രിപ്പയർ പ്യുവർ പ്രൈമറി അമീൻ. പ്രൈമറി അമീനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അരോമാറ്റിക് അമീനെ ഇതുവഴി പ്രിപ്പയർ ചെയ്യാൻ സാധിക്കില്ല. cannot be prepared by this method. കാരണം ഇതൊരു ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. അതുകൊണ്ടാണ് അത് അരോമാറ്റിക് അമീൻസിനെ പ്രിപ്പയർ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. ഇനി നോക്കാം, ആൽക്കൈൽ ഹാലൈഡ് ഏറ്റവും ആദ്യം താലിമൈഡ് എടുത്തിട്ടുണ്ട്. താലിമൈഡ് എന്ന് പറയുന്ന താലിക് ആസിഡിൽ നിന്ന് കിട്ടുന്ന പ്രോഡക്റ്റ് കോമ്പൗണ്ട് ആണ് താലിമൈഡിനെ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് റിയാക്ട് ചെയ്തു. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് റിയാക്ട് ചെയ്തപ്പോൾ ഇവിടുന്ന് വാട്ടർ എലിമിനേറ്റ് ചെയ്ത് പോയി, ഇത് പോയി. അപ്പൊ K അവിടെ ഇരുന്നു, NK. ഇനി അവിടെ ആൽക്കൈൽ ഹാലൈഡ് റിയാക്ട് ചെയ്തു, RX. ആൽക്കൈൽ ഹാലൈഡ് ആണ്, അരയിലല്ല. കാരണം അരയിൽ ഹാലൈഡിന്റെ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ടെൻഡൻസി കുറവാന്ന് പഠിച്ചിട്ടുണ്ട്. എന്നിട്ട് എന്ത് സംഭവിക്കും? ഇതിന്ന് KX എലിമിനേറ്റ് ചെയ്ത് പോകും. അങ്ങനെ R അവിടെ ഇരിക്കും. ഓക്കെ, N-ആൽക്കൈൽ താലിമൈഡ് ഇതിനോട് ബേസ് റിയാക്ട് ചെയ്യും. ബേസ് റിയാക്ട് ചെയ്യുമ്പോൾ CONA ആയിട്ട് ക്ലീവ് ചെയ്യും. ആറിന്റെ കൂടെ ഇവിടുന്ന് NH2 കിട്ടും, RNH2. ഇതാണ് ഗബ്രിയൽ താലിമൈഡ് സിന്തസിസ്. അപ്പം താലിമൈഡ് എടുത്തു, താലിക് ആസിഡിൽ നിന്നുണ്ടായതാണ്. അമൈഡ് താലിമൈഡ് എടുത്തു, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് റിയാക്ട് ചെയ്തപ്പോൾ വാട്ടർ പോയിട്ട് ഒരു പൊട്ടാസ്യം സോൾട്ട് വന്നു. ഈ പൊട്ടാസ്യം സോൾട്ടിനെ ആൽക്കൈൽ ഹാലൈഡ് റിയാക്ട് ചെയ്തു.
അപ്പോൾ ഈ പൊട്ടാസ്യവും ആ ഹാലജനും പോയിട്ട് 6 അവിടെ പോയിരുന്നു. എന്നിട്ട് എന്ത് ചെയ്തു? സോഡിയം ഹൈഡ്രോക്സൈഡ് റിയാക്ട് ചെയ്തു. അങ്ങനെയാണ് പ്രൈമറി അമീനെ പ്രിപ്പയർ ചെയ്യാനാണ് ഉപയോഗിക്കുള്ളൂ. അതും അലിഫാറ്റിക് പ്രൈമറി അമീനെ ഇതുവഴി പ്രിപ്പയർ ചെയ്യുള്ളൂ, അരോമാറ്റിക്കിനെ പ്രിപ്പയർ ചെയ്യില്ല. അടുത്തത് ഹോഫ്മാൻ ബ്രോമൈഡ് ഡീഗ്രഡേഷൻ റിയാക്ഷൻ ആണ്. ഇതിനെ ഹോഫ്മാൻ ഡീഗ്രഡേഷൻ എന്ന് വിളിക്കാൻ തന്നെ കാരണം എത്ര കാർബൺ എടുക്കുന്നു അതിനേക്കാളും 1 കുറവുള്ളതേ പ്രൊഡക്റ്റ് കിട്ടുള്ളൂ. പ്രൈമറി അമീൻസ് ആർ ഒബ്റ്റൈൻ, പ്രൈമറി അമീനെ പ്രിപ്പയർ ചെയ്യുന്നുള്ളൂ when an amide is treated with the bromine in presence of alkali. bromine in presence of primary amine, amide bromine in presence of alkali ചെയ്താൽ എന്ത് കിട്ടുന്നു? അമീൻ കിട്ടുന്നു. ഹയർ അമൈഡ് bromine in presence of alkali. ഇപ്പം CH3 CH2 C ഡബിൾ ബോണ്ടോ NH2 എന്നിരിക്കട്ടെ, ഇതൊരു അമൈഡ്. അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ബ്രോമിനേഷൻ, ബ്രോമിൻ ഇൻ പ്രസൻസ് ഓഫ് ആൽക്കലി NaOH റിയാക്ട് ചെയ്തു. അപ്പോൾ എലിമിനേറ്റ് ചെയ്ത് പോകുന്നുണ്ടോ? Na2CO3 പോവും, സോഡിയം ബ്രോമൈഡ് പോവും, വാട്ടറും പോവും. അങ്ങനെ ഒരെണ്ണം കുറവുള്ളത് കിട്ടുള്ളൂ. അപ്പൊ ഇങ്ങനെ കിട്ടും CH3 CH2 NH2. ഇവിടെ 3 കാർബൺ ഉണ്ടായിരുന്നു, ഫൈനലി അതെന്തായിട്ട് മാറി? 2 കാർബൺ ആയിട്ട് മാറി. അപ്പൊ ഇത് അതാണ്, അതുകൊണ്ട് തന്നെയാണ് ഇതിന് ഡീഗ്രഡേഷൻ റിയാക്ഷൻ എന്ന് വിളിക്കാൻ കാരണം. ഹോഫ്മാൻ ബ്രോമൈഡ് ഡീഗ്രഡേഷൻ റിയാക്ഷൻ. പേര് വെച്ചിട്ടുള്ള റിയാക്ഷനുകളെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് അതിൻ്റെതായ സീരിയസ്നെസ്സോടുകൂടി പഠിക്കുക. ഇനി പ്രോപ്പർട്ടിയാണ് പറയുന്നത്. ലോവർ അലിഫാറ്റിക് അമീൻസ് ഗ്യാസുകളും വിത്ത് എ ഫിഷി ഓർഡർ. അമീൻസിന് പൊതുവെ ഫിഷി ഓർഡർ ആണ്. ലോവർ അലിഫാറ്റിക് അമീൻസ് ഗ്യാസും അതുപോലെ ഫിഷി ഓർഡറും ഉള്ളതാണ്. പ്രൈമറി അമീൻസ് വിത്ത് 3 or more കാർബൺ ആറ്റം ആർ ലിക്വിഡ് ആണ്. ഹയർ വൺസ് സോളിഡ് ആണ്. ലോവർ അലിഫാറ്റിക് അമീൻസ് വെള്ളത്തിൽ സോളിബിൾ ആണ്. അത് കാരണം ഹൈഡ്രജൻ ബോണ്ടിങ് തരും. ഇപ്പം RNH2 എന്ന് പറയുമ്പോൾ അവിടെ ഹൈഡ്രജൻ ഉണ്ടല്ലോ, ഇലക്ട്രോനെഗറ്റീവായ നൈട്രജനും ഉണ്ട്. വാട്ടറിനോട് ചേർന്നാൽ വാട്ടറിലെ ഹൈഡ്രജനും നൈട്രജനുമായിട്ട് ബോണ്ട് ചെയ്യും. ഹയർ അമീൻസ് ഇൻസോലുബിൾ ആണ്. നമുക്കറിയാം ഹയർ അമീൻസുകൾക്ക് ഹൈഡ്രജൻ ബോണ്ടിങ്ങിൽ ടെൻഡൻസി കുറയും. ദ ഓർഡർ ഓഫ് ബോയിലിംഗ് പോയിന്റ് ഓഫ് ഐസോമറിക് അമീൻസ് ഈസ്, ബോയിലിംഗ് പോയിന്റ് ആണ് പറയുന്നത്, പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി. ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്. പ്രൈമറിക്ക് 2 ഹൈഡ്രജൻ ഉണ്ട്, സെക്കൻഡറിക്ക് 1 ഹൈഡ്രജൻ ഉള്ളൂ, ടെർഷ്യറിക്ക് ഹൈഡ്രജൻ ഇല്ല. അതുകൊണ്ട് തന്നെ ബോയിലിംഗ് പോയിന്റ് എന്താണ്? ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് കാണിക്കാൻ പറ്റുമല്ലോ ഇതിന്. അപ്പോൾ അതവിടെ കാണിച്ചിട്ടുണ്ട്, RNH2. അതിന് മറ്റൊന്നുമായിട്ട് ഇവിടെ RNH2, ഇതിന് മറ്റൊന്നുമായിട്ട് ഹൈഡ്രജൻ ബോണ്ടിങ് തരാൻ സാധിക്കും. ഓക്കെ, ഇനി ഇത് 2 ഹൈഡ്രജൻ ഉള്ള കാരണം രണ്ട് സൈഡിലേക്കും അതിന് ചെയ്യാൻ പറ്റും. പ്രൈമറിക്ക്, സെക്കൻഡറിക്ക് 1 ഹൈഡ്രജൻ ഉള്ള, അപ്പോൾ 1 സൈഡിലേക്ക് മാത്രമേ സാധിക്കുള്ളൂ. ഇനി ടെർഷ്യറിക്ക് ഹൈഡ്രജൻ ഇല്ല, അപ്പൊ അതിന് ഹൈഡ്രജൻ ബോണ്ടിങ് നടത്തൂല. അതുകൊണ്ട് തന്നെ ബോയിലിംഗ് പോയിന്റ് വളരെ കുറവാണ്. ഇന്റർമോളിക് വിച്ച് ഈസ് മോർ ഇൻ പ്രൈമറി അമീൻസ് ഡ്യൂ ടു പ്രസൻസ് ഓഫ് 2 ഹൈഡ്രജൻ ആറ്റം അറ്റാച്ച്ഡ് ടു. ഓക്കെ, അതായത് പ്രൈമറി അമീൻ എന്ന് പറയുമ്പോൾ CH3 NH 2 ഹൈഡ്രജൻ ഉള്ള കാരണം മറ്റൊരു അമീനോട് അതിന് ഇതവിടെ അങ്ങനെ കാണിച്ചിരിക്കുന്നത് RNH2. അത് ഇവിടെ വേറൊരു RNH2 ഉണ്ടെങ്കിൽ അതിന്റെ നൈട്രജനോട് ഇത് ബോണ്ട് ചെയ്യുന്നു, ഹൈഡ്രജൻ ബോണ്ടിങ് ചെയ്യുന്നു. ഈ ഹൈഡ്രജൻ മറ്റൊരു പ്രൈമറി അമീനോട് ബോണ്ട് ചെയ്യുന്നു. അങ്ങനെ 2 വശത്തേക്കും ഹൈഡ്രജൻ ബോണ്ടിങ് നടത്താനുള്ള കഴിവ് പ്രൈമറി അമീനുണ്ട്. സെക്കൻഡറിക്ക് 1 വശത്തേക്കേ ഉള്ളൂ, ടെർഷ്യറിക്ക് ഇല്ല. അപ്പൊ ആ ടെർഷ്യറിക്ക് ഹൈഡ്രജൻ ബോണ്ടിങ് ആബ്സെൻസ് ഓഫ് ഹൈഡ്രജൻ ബോണ്ടിങ് ആണ്. അതുകൊണ്ട് അതിന് ബോയിലിംഗ് പോയിന്റ് കുറവാണ്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അമീൻ എന്താണെന്നും അതിന്റെ സ്ട്രക്ചർ എന്താണെന്നും അതിന്റെ പ്രിപ്പറേഷൻ എന്താണെന്നും അതിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടി എന്താണെന്നും കണ്ടത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അതിന്റെ കെമിക്കൽ പ്രോപ്പർട്ടി, കുറച്ച് റിയാക്ഷനുകളും ഒക്കെ പരിചയപ്പെടാം. താങ്ക് യു.